എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുനാഥ, അണയാൻ തുടങ്ങുമീ മൺചിരാതിൻ്റെ അരികിലാരണയും യേശുനാഥ. ആരോടു ചൊല്ലുമീ ദുഃഖങ്ങളൊക്കെയും ശ്രീയേശുനാഥ, പൊന്നുനാഥ, ആരേറ്റെടുക്കുമീ ഭാരങ്ങളൊക്കെയും ആശ്വാസദായക ആത്മനാഥ. ഓ ഈശോയെ, മനോഹരമായ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു. മക്കളിതാ സ്നേഹത്തോടെ നന്ദിയോടെ നിന്റെ മുൻപിൽ കരങ്ങൾ കൂപ്പുകയാണ്. ഓരോ ദിവസം ചെല്ലും തോറും ഞങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളുമൊക്കെ ഏറി വരികയാണ് ഈശോയെ. സഹായിക്കാനായിട്ട് ആരുമില്ല, നീ മാത്രമാണ് ഞങ്ങൾക്ക് ഏകാശ്രയം. ഞങ്ങളെ സഹായിക്കാൻ വൈകരുതേ ഈശോ. ഞങ്ങൾക്ക് വേണ്ടി വിജയമൊരുക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിന്നാൽ മതി. തക്ക സമയത്ത് അവിടുന്ന് ഞങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന് അങ്ങയുടെ വചനം ഓർക്കുകയാണ്. അങ്ങയുടെ ശക്തമായ കരത്തെ തടയാൻ ഒരു തിന്മയ്ക്കും കഴിയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകൾ പരിശോധിച്ച് ഞങ്ങളെ സഹായിക്കാൻ കനിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുന്നോളമുള്ള ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേല്, നിരന്തരം ഈശോയുടെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ചില പ്രാർത്ഥനകളുടെ മേല്, ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ മേല് എത്രയും വേഗം സ്വർഗത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നതിനായിട്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഒരു പ്രത്യേക നിയോഗത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന അനേകം മക്കള് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന്. ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഈ സമയം നമുക്കവരെല്ലാം കർത്താവിൻ്റെ വലിയ കരുണയ്ക്കായിട്ട് സമർപ്പിക്കാം. ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു പക്ഷേ 10 പേരായിരിക്കാം ഈ പ്രാർത്ഥന കേൾക്കുന്നത്. ആ 10 പേര് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം അത് കേൾക്കാതിരിക്കില്ല, എനിക്കുറപ്പുണ്ട്. ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു പക്ഷേ ഇത്തരമൊരു വേദനകളിലൂടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കാം. നിങ്ങളോടൊപ്പം 1,00,000 മക്കളെ കൂടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ബിസിനസ് മേഖലകൾ തകർന്ന് കടക്കെണിയിൽ പെട്ടുപോയ 3 കുടുംബങ്ങളെ കർത്താവ് ഈ സമയം ഞാൻ ഓർത്തവർക്കായി പ്രാർത്ഥിക്കുകയാണ്. അവരോടൊപ്പം ഇത്തരത്തിൽ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഈശോയെ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ഒരു മേഖലയിൽ ഈ സമയം വേദനിക്കുന്നുണ്ടെങ്കിൽ, ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പുണ്യകർത്താവേ, ഈ സമയം തന്നെ നീ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജപ്തി നോട്ടീസ് വന്നു കിടക്കുന്ന ഒരു കുടുംബത്തെ കർത്താവെ സമർപ്പിക്കുന്നു. ഇത്തരത്തിൽ ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ചേർത്ത് വെക്കുകയാണ്. ഈശോ, നീ അവർക്കായിട്ടൊരു വഴി തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അത്ഭുതത്തിൻ്റെ കരം ആ മക്കളുടെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ ഈശോയെ ഈ സമയം നീ കാണുന്നുണ്ടല്ലോ. കരുണയോടെ അവരെ ഒന്ന് നോക്കണേ ഈശോ. ഈ പ്രഭാതത്തിൽ മക്കളെല്ലാം പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം തുറന്നിരിക്കുകയാണല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടുകൊണ്ടിരിക്കുന്നു. തകർന്നു പോയ എല്ലാ കുടുംബങ്ങളെയും തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ കർത്താവേ, നിനക്കൊരു നിമിഷം മതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൂക്ക 1:37 വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ മക്കൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടിൻ്റെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങെല്ലാം അറിയുന്നവനാണ്, അങ്ങെല്ലാം കാണുന്നവനാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ, മുന്നോട്ടൊരു വഴിയും കാണാതെ വിഷമിക്കുന്ന ആ കുടുംബങ്ങളുടെ മേലെല്ലാം കർത്താവേ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർച്ചകളെ നന്മയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിനെ, ജോലി മേഖലകളെ, സാമ്പത്തിക മേഖലകളെയൊക്കെ തകർക്കും വിധമുള്ള സാത്താൻ്റെ സകല തന്ത്രങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കാൽ കീഴിൽ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നു പോയ ബിസിനസ് മേഖലകൾ, ജോലിയിടങ്ങൾ യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ കുടുംബ സമാധാനം യേശുനാമത്തിൽ തിരികെ ലഭിക്കട്ടെ. നിയമാവർത്തന പുസ്തകം 28:2-8 വചനത്തിൻ്റെ അഭിഷേകം ആ കുടുംബങ്ങളിൽ ഈ സമയം അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം ശ്രവിച്ചാൽ നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. ഈശോയെ, ഈ വചനം ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല മക്കളുടെ ജീവിതങ്ങളിലേക്കും വലിയ കൃപയായി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളിലെല്ലാം ഈ വചനം മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടങ്ങളൊക്കെ വചനത്തിൻ്റെ ശക്തിയാൽ നേട്ടങ്ങളായി മാറട്ടെ. അവരുടെ ഇന്നോളമുള്ള കഷ്ടപ്പാടുകളെ, പ്രയത്നങ്ങളെ ഈശോ നീ അനുഗ്രഹമാക്കി മാറ്റണമേ. സാമ്പത്തിക മേഖലകൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ലക്ഷങ്ങളുടെ കടബാധ്യതകൾ യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയോട് ചേർന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപേക്ഷിച്ചാൽ അമ്മ ഉപേക്ഷിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. ആ കുടുംബങ്ങൾക്കെല്ലാം വേണ്ടി അമ്മ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കണമേ. അമ്മയൊരു വാക്ക് പറഞ്ഞാൽ മതി, ഈശോ അത് കേൾക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തി അത്രമേൽ വലുതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അമ്മ മാതാവേ, ഈ സമയം നിൻ്റെ സഹായം തേടി മക്കൾ പ്രാർത്ഥിക്കുകയാണ്. ആരെയും നീ തള്ളിക്കളയരുതേ. നിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്ന അർത്ഥനകളൊന്നും എൻ്റെ ഈശോ നീ കേൾക്കാതെ പോകരുതേ. സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന സകല കുടുംബങ്ങളെ നമുക്ക് ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഈ സമയം എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന സകല മക്കളെയും ഞാൻ ഓർക്കുകയാണ്. കർത്താവേ, അവരുടെ എല്ലാം കുടുംബങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ നീ കടന്നു ചെല്ലണം. അവരുടെ ആവശ്യങ്ങളെ ഈശോ നീ ഏറ്റെടുക്കണം. അവരുടെ തകർച്ചകളെല്ലാം നീ നന്മയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും ഈശോ നീ അനുഗ്രഹിക്കാതെ പറഞ്ഞു വിടരുത്. എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരാളെ പോലും ഈശോയെ നീ കാണാതെ പോകരുത്. ഈശോ, അവരെല്ലാവരെയും ഈശോ നീ അനുഗ്രഹിക്കണം. ഈ പ്രഭാതത്തിൽ അടിയൻ പ്രാർത്ഥിക്കുക, അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ കുടുംബങ്ങളെ ഈശോ നീ അനുഗ്രഹിക്കണം. സാമ്പത്തിക മേഖലകളൊക്കെ ഈശോ നീ ഏറ്റെടുക്കണം. കർത്താവേ, കരുണയായിരിക്കണം. നീ ഇറങ്ങി വരണം ഈശോ. ഓരോ കുടുംബത്തിലേക്കും അവരുടെ കണ്ണുനീരിലേക്ക്, അവരുടെ പ്രയത്നങ്ങളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക് ഈശോ നീ ഇറങ്ങി വരണം. അനുഗ്രഹിക്കണം. അനുഗ്രഹത്തിൻ്റെ കരം ഓരോ മക്കളുടെ മേലും നീട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. പരിശുദ്ധാമ്മേ, ദൈവമാതാവേ, വിശുദ്ധ ഔസേപ്പിതാവേ, സ്വർഗത്തിലെ സകല വിശുദ്ധരെ, മാലാഖമാരെ നിങ്ങളുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ നിങ്ങളൊരു സമ്പന്നനായിരിക്കാം. പക്ഷേ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ലക്ഷങ്ങളുടെയൊക്കെ കടബാധ്യതയുള്ള അനേകം മക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കൊക്കെ സ്വസ്ഥമായിട്ടൊന്ന് കണ്ണടച്ചുറങ്ങാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്. നമുക്കവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്കായിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കാമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ആരോരുമില്ല ഈ മുറിവേറ്റവന്റെ മുറിവാരുണക്കും യേശുനാഥ, അണയാൻ തുടങ്ങുമീ മൺചിരാതിന്റെ അരികിലാരണയും യേശുനാഥ. ആരോടു ചൊല്ലുമീ ദുഃഖങ്ങളൊക്കെയും ശ്രീയേശുനാഥ പൊന്നുനാഥ. ആരേറ്റെടുക്കുമീ ഭാരങ്ങളൊക്കെയും ആശ്വാസദായക ആത്മനാഥ. പ്രിയമുള്ളവരെ, മനോഹരമായ പ്രഭാതത്തിൽ നമുക്ക് ഈശോയുടെ കുരിശിൻ്റെ സംരക്ഷണം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ്. അതിശക്തമായൊരു പ്രാർത്ഥനയാണ്. നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈശോയുടെ സംരക്ഷണം ലഭിക്കുന്ന ശക്തമായൊരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് നിങ്ങളൊരു ദിവസം ആരംഭിച്ച് ഒരു തിന്മയുടെ ശക്തിക്കും പിന്നെ നിങ്ങളെ തൊടുവാനായിട്ട് സാധിക്കുകയില്ല. അത്രമേൽ ശക്തിയുള്ള ഈശോയുടെ കുരിശിൻ്റെ സംരക്ഷണം നൽകുന്നൊരു പ്രാർത്ഥനയാണിത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ മരണക്കട്ടിലാകുന്ന കുരിശ് ഞങ്ങളുടെ 4 അതിർത്തികളിന്മേൽ നാട്ടി, മുൾക്കിരീടം കൊണ്ട് വേലി കെട്ടി, തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് കോടാനുകോടി മാലാഖമാരെ ചുറ്റും നിർത്തി, യാതൊരു അന്ധകാര ശക്തികളോ വ്യക്തികളോ ഈ ഭവനത്തിലേക്ക് കടന്നു വരാത്ത വിധം അങ്ങയുടെ ദിവ്യമായ സംരക്ഷണം എനിക്കും എൻ്റെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആബാ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാനിതാ വിശ്രമിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പയുടെ തിരുനിഴലിൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഒരു മാതൃകരമെന്നതുപോലെ ഞങ്ങളെ നയിച്ചാലും. ആമേൻ.